ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. 23-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെ. ധ്യാനത്തിനായിട്ട് 4-ാം വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. തലേ ദിവസം ജനിച്ച ശിശുവിൻ്റെ നക്ഷത്രഫലം അറിയുവാൻ ഒരാൾ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു. പല ജ്യോതിഷാലയങ്ങളും കയറിറങ്ങിയ ശേഷമാണ് അയാൾ അവിടെ എത്തിയത്. ജാതകവശാൽ 3 വയസ്സ് വരെ മാത്രമേ ആ ശിശു ജീവിച്ചിരിക്കൂ എന്ന് ആരോ പറഞ്ഞത്രേ. മാതാപിതാക്കൾക്കും ആ കുട്ടിയുടെ ജനനം കൊണ്ട് അപകടം ഉണ്ടായേക്കാം. ആ കുട്ടിയുടെ പിതാവ് വല്ലാതെ പരിഭ്രമിച്ചാണ് വന്നിരിക്കുന്നത്. ജ്യോത്സ്യൻ കുട്ടിയുടെ ജനന സമയം സൂക്ഷ്മമായി ചോദിച്ച് മനസ്സിലാക്കി ഗ്രഹനില ഗണിച്ച് പറയുവാൻ തുടങ്ങി. ഗ്രഹനില അനുസരിച്ച് ഈ കുട്ടിക്ക് 3 വയസ്സുവരെ ബാലാരിഷ്ടതകൾ ഉണ്ടാകാം. ഇത്രയും പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ആ കുട്ടി മരിച്ചു പോകുമോ എന്നായി ആഗതൻ. ജനനവും മരണവുമെല്ലാം നിശ്ചയിക്കുന്നത് ഈശ്വരനല്ലേ എന്ന് ജ്യോത്സ്യൻ പറഞ്ഞപ്പോൾ മാതാവിനോ പിതാവിനോ വല്ല കുഴപ്പവും ഉണ്ടാകുമോ എന്ന അടുത്ത ചോദ്യത്തിലേക്ക് അയാൾ കടന്നു. നിങ്ങൾ എന്തിനാണ് മരണത്തെക്കുറിച്ചും കുഴപ്പങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത്? ജീവിതത്തെ ജീവിക്കുന്നതിനെക്കുറിച്ചും ചിന്തിച്ചുകൂടെ എന്ന് ദാർശനികനായ ആ ജ്യോത്സ്യൻ ചോദിച്ചു. ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആഴമേറിയ ആശയം ആ മനുഷ്യന് വേണ്ടവണ്ണം മനസ്സിലാക്കിയോ എന്ന നിശ്ചയമില്ല. നക്ഷത്രഫലം അറിയുവാൻ വെമ്പൽ കൊള്ളുന്ന ആ മനുഷ്യൻ മരണഭീതി പേറിക്കൊണ്ട് ജീവിക്കാൻ മറന്നുപോകുന്ന നമ്മെപ്പോലുള്ളവരുടെ പ്രതിനിധിയാണ്. എന്നു മരിക്കും, എന്തെല്ലാം കുഴപ്പങ്ങൾ നേരിടും എന്നെല്ലാമാണ് പലർക്കും അറിയേണ്ടത്. ജാതകവശാൽ വല്ല ഗ്രഹപ്പിഴയും ഉണ്ടാകുമോ എന്നറിയാൻ അവർ വെമ്പൽ കൊള്ളുന്നു. ഇങ്ങനെയുള്ളവരാണ് ജീവിക്കുവാൻ മറന്നു പോകുന്നത്. ജീവിതത്തെ അവർ നിഷേധാത്മകമായി വീക്ഷിക്കുന്നു. ജീവിതത്തെ സൂക്ഷ്മപരമായി വീക്ഷിച്ചുകൊണ്ട് ക്രിയാത്മകമാക്കി തീർക്കുവാൻ അവർക്ക് കഴിയുകയില്ല. നമ്മിൽ പലരുടെയും ജീവിത പരാജയത്തിൻ്റെ മുഖ്യ ഹേതു പ്രസ്തുത ജ്യോത്സ്യൻ സൂചിപ്പിച്ചതുപോലെ ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപൂർവ നക്ഷത്രം പ്രപഞ്ചത്തെ നയിക്കുന്ന ദിവ്യ ജ്യോതിസിൻ്റെ അടുക്കിലേക്ക് ഏതാനും ശാസ്ത്രജ്ഞന്മാർക്ക് വഴി കാണിച്ച് കൊടുക്കുകയുണ്ടായല്ലോ. നമ്മുടെ ശാസ്ത്രങ്ങളും ശാസ്ത്രവിജ്ഞാനവും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മെ നയിക്കുന്ന നക്ഷത്രങ്ങളായി തീരേണ്ടതാണ്. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മെ ഓരോരുത്തരെയും വ്യക്തിയായി കരുതുകയും പാലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ ആവിഷ്കരിക്കുന്നത്. അജപാലകനായിരുന്ന ദാവീദ് തൻ്റെ വാത്സല്യ ഭാജനങ്ങളായ ആടുകൾക്ക് ഇടയനിലുള്ള ഉദാത്തമായ വിശ്വാസം മനോഹരമായി 23-ാം സങ്കീർത്തനത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഈ കവിത രചിച്ചത് ലൈഫ് ഇൻഷുറൻസോ പെൻഷൻ സ്കീമോ പെൻസിലിനോ പ്രാണവായുവിന് വേണ്ടി ദാഹിക്കുന്ന രോഗികൾക്ക് ഓക്സിജൻ കൊടുക്കുവാനുള്ള സൗകര്യമോ ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ്. ലിയനാർഡോ ഗ്രിഫ്ത് എന്ന ഗ്രന്ഥകാരൻ പറയുന്നത് പോലെ വെറും ഒരു കർഷകൻ മാത്രമായിരിക്കണം ഈ കവി. ഇന്നത്തെ പോലെ ജലസേചന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ വരണ്ട ഭൂമിയിൽ കൃഷി ചെയ്തു പോകുന്ന ഒരു കൃഷിക്കാരൻ രോഗങ്ങളുടെയും കൊടുങ്കാറ്റിൻ്റെയും ക്രൂര ജന്തുക്കളുടെയും ഭീഷണിയെ നേരിട്ടുകൊണ്ട് അട്ടിൻപറ്റത്തെ പോറ്റി വളർത്തി നിത്യവൃത്തി കഴിച്ച ഒരു സാധാരണ ഇടയൻ. ഇങ്ങനെയുള്ളൊരു ഭക്ത കവിയുടെ പാട്ടിൽ അനുഭവരസം ഊറി നിൽക്കുന്നതായി നമുക്ക് കാണാം. ഈ കവിയെപ്പോലെ ദൈവത്തിൽ സമ്പൂർണമായ സുരക്ഷിതത്വം കണ്ടെത്തുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഒരു ഉപദ്രവത്തെയും ഭയപ്പെടേണ്ടതായി വരികയില്ല. ഓർക്കണമേ, ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിൽ യഥാർത്ഥ സന്തോഷവുമുണ്ട്. 77-ാം സങ്കീർത്തനം 13-ാം വാക്യം. ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെപ്പോലെ വലിയ ദൈവം ആരുണ്ട്? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എലിയ ദാസ്.